Hi students, it's me Sridag, your physics teacher. Welcome back to my online physics class. I hope all of you are fine at your home. Today we are going to continue our second chapter, motion. In the previous class we discussed about distance and displacement. What is distance? Distance is the length of the path traveled. Then what is displacement? Displacement is the straight line distance from initial position to the final position. Distance has only magnitude, but displacement has both magnitude and direction. So distance is a scalar quantity and displacement is a vector quantity. Okay. So today we are going to the next topic, which is speed and velocity. So we can start. So എല്ലാവരും സ്പീഡ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? സോ സ്പീഡ് എന്ന് പറയുന്ന ടേം എല്ലാവർക്കും പരിചയം ഉണ്ടാവും. പക്ഷേ വെലോസിറ്റി എന്ന് പറയുന്ന ടേം ചില കുട്ടികളൊക്കെ ആദ്യമായിട്ടാവും കേൾക്കുന്നുണ്ടാവുക അല്ലേ? സോ നമുക്ക് നോക്കാം എന്താണ് വെലോസിറ്റി, എന്താണ് സ്പീഡ് എന്ന്. ഓക്കെ, സോ വി കൻ സ്റ്റാർട്ട്. The path through which a person traveled to his office and returned home are depicted in figure. So ഒരു പേഴ്സൺ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കും തിരിച്ച് വീട്ടിലേക്കും റിട്ടേൺ ചെയ്ത പാത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ പാത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് അല്ലെ? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് പറയാൻ വേണ്ടി നമ്മൾ ഈ പാത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണ് അല്ലെ? സോ അതേ ഫിഗർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നോക്കാം, ഹോം ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, ഓഫീസ് ഉണ്ട്, റേഷൻ ഡിപ്പോ ഉണ്ട് അല്ലെ? സോ ഹോമിൽ നിന്നും ഹോസ്പിറ്റൽ വഴിയാണ് ആ പേഴ്സൺ ഓഫീസിലേക്ക് പോയത്. സോ ഹോമിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് 600 മീറ്റർ, ദെൻ ഹോസ്പിറ്റലിൽ നിന്നും 300 മീറ്റർ ഓഫീസിലേക്ക്. സോ ടോട്ടൽ 900 മീറ്റർ ആണ് അദ്ദേഹം ട്രാവൽ ചെയ്തത്. സോ അതാണ് അദ്ദേഹത്തിന് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ? അതായത് ഹോമിൽ നിന്നും ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ പേഴ്സൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. ദെൻ ഡിസ്പ്ലേസ്മെന്റോ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഹോമിൽ നിന്നും ഓഫീസിലേക്കുള്ള സ്ട്രേറ്റ് ലൈൻ പാത്താണ്. എത്രയാണ്? 480 മീറ്റർ അല്ലെ? 480 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ദെൻ ഹോമിലേക്ക് റിട്ടേൺ ചെയ്ത് ഏത് വഴിയാണ്? റേഷൻ ഡിപ്പോ വഴി അല്ലെ? സോ ഓഫീസിൽ നിന്ന് റേഷൻ ഡിപ്പോ വരെ 660 മീറ്റർ, ദെൻ റേഷൻ ഡിപ്പോന്ന് ഹോമിലേക്ക് 420 മീറ്റർ. സോ ടോട്ടൽ 1080 മീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത്. ഓക്കെ, സോ ഓഫീസിൽ നിന്നും ഹോമിലേക്ക് റിട്ടേൺ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ പേഴ്സൺ ട്രാവൽ ചെയ്ത ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1080 മീറ്റർ. സോ ദ ഡിസ്റ്റൻസ് ഈസ് 1080 മീറ്റർ. ദെൻ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് 480 മീറ്റർ അല്ലെ? സോ ഓഫീസിൽ നിന്നും ഹോമിലേക്ക് തിരിച്ചു എത്രയാണുള്ളത്? 480 മീറ്റർ ആണ് ഉള്ളത്. ഓക്കെ, സോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണ്. സോ ഇവിടെ വേറൊരു ഇൻഫർമേഷൻ കൂടി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ദ ടൈം ടേക്കൺ ടു ട്രാവൽ to the office and back home was 600 seconds each. That is, ഹോമിൽ നിന്ന് ഓഫീസിലേക്കും തിരിച്ച് ഓഫീസിൽ നിന്ന് ഹോമിലേക്കും എത്താനെടുത്ത സമയം എന്ന് പറയുന്നത് 600 seconds each. ദാറ്റ് ഈസ് ഹോമിൽ നിന്ന് ഓഫീസിലേക്ക് 600 സെക്കൻഡും ഓഫീസിൽ നിന്ന് ഹോമിലേക്ക് 600 സെക്കൻഡും എടുത്തിട്ടുണ്ട് ടൈം. ദാറ്റ് ഈസ് ഈ പേഴ്സൺ ഹോമിൽ നിന്ന് ഓഫീസിലേക്ക് ട്രാവൽ ചെയ്യാനെടുത്ത ടൈമും അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് ഹോമിലേക്ക് ട്രാവൽ ചെയ്യാനെടുത്ത ടൈമുമാണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 600 സെക്കൻഡ് ആണ്. ഓക്കെ, സോ ദർ ഈസ് എ ടേബിൾ ഇൻ ദ ബുക്ക്. ഫസ്റ്റ് കോളം സ്റ്റേജസ് ഓഫ് ജേർണി, സെക്കൻഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ മീറ്റർ, സെക്കൻഡ് കോളം ഡിസ്പ്ലേസ്മെന്റ് ഇൻ മീറ്റർ, തേർഡ് കോളം ടൈം ടേക്കൺ ഫോർ ദ ജേർണി ഇൻ സെക്കൻഡ്, then distance traveled per second, then last column displacement per second. Okay, so stages of journey. First one, on reaching the office. ഓഫീസിലേക്ക് റീച്ച് ചെയ്യുമ്പോഴുള്ള സ്റ്റേജ് ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഹോമിൽ നിന്നും ഓഫീസിലേക്ക് എത്തുമ്പോൾ ഉള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒക്കെയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ മീറ്റർ എത്രയാണ്? 600 plus 300, that is 900 meter. Then displacement 480
meter. Then time taken for the journey in second. എത്ര സമയം നമുക്ക് തന്നിട്ടുള്ളത്? സമയം നമുക്ക് തന്നിട്ടുണ്ട് 600 second. So 600 second. Then distance traveled per second. So ഇതാണ് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു സെക്കൻഡിൽ ആ പേഴ്സൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. സോ അതെങ്ങനെ കണക്കൂട്ടാം? അതായത് 600 സെക്കൻഡിൽ ഈ പേഴ്സൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. എങ്കിൽ 1 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ എന്ത് ചെയ്താൽ മതി? 900 ഡിവൈഡഡ് ബൈ 600 എന്ന് ചെയ്താൽ നമുക്ക് ഒരു സെക്കൻഡിൽ ഈ പേഴ്സൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടും. എത്രയാണ്? 1.5 മീറ്റർ. ഓക്കെ, സോ 1.5 മീറ്റർ ആണ് ഈ പേഴ്സൺ 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അഥവാ ലെങ്ത് എന്ന് പറയുന്നത്, പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് എത്രയാ? അതായത് 600 സെക്കൻഡ് കൊണ്ട് 480 മീറ്റർ ആണ് ഈ പേഴ്സൺ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ്. സോ 1 സെക്കൻഡിൽ ഈ പേഴ്സന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കുന്നത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 480 ഡിവൈഡഡ് ബൈ 600 ദാറ്റ് ഈസ് 0.8 എന്ന് കിട്ടും. ഓക്കെ, സോ 1 സെക്കൻഡിൽ 0.8 മീറ്റർ ആണ് ഈ പേഴ്സൺ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ്. എന്നാൽ ഡിസ്റ്റൻസോ 1.5 മീറ്റർ പെർ സെക്കൻഡ്. 1 സെക്കൻഡിൽ 1.5 മീറ്റർ ആണ് ഈ പേഴ്സൺ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഓൺ റീച്ചിങ് ബാക്ക് ഹോം. ഓഫീസിൽ നിന്ന് തിരിച്ച് ഹോമിലേക്ക് റീച്ച് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ ആണ് തന്നിട്ടുള്ളത്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ മീറ്റർ എത്ര മീറ്റർ ആണ്? 660 മീറ്റർ പ്ലസ് 420 മീറ്റർ ദാറ്റ് ഈസ് 1080 മീറ്റർ. ദെൻ ഡിസ്പ്ലേസ്മെന്റ് 480 മീറ്റർ അല്ലെ. ഹോമിൽ നിന്ന് ഓഫീസിലേക്ക് 480 മീറ്റർ ആണെങ്കിൽ തിരിച്ച് ഓഫീസിൽ നിന്ന് ഹോമിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 480 മീറ്റർ ആണ് അല്ലെ. സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 480 മീറ്റർ ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്താ? സെയിം ആണ്, 480 മീറ്റർ. ദെൻ ടൈമോ 600 സെക്കൻഡ് അല്ലെ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 600 സെക്കൻഡ് ആണ് ഹോമിൽ നിന്ന് ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് ഹോമിലേക്കുള്ള ടൈം എന്ന് പറയുന്നത് 600 സെക്കൻഡ് ആണ്. ഓക്കെ, അതും തന്നിട്ടുണ്ട്. സോ ഇവിടെ 600 സെക്കൻഡ് കൊണ്ട് 1080 മീറ്റർ ആണ് ഈ പേഴ്സൺ ട്രാവൽ ചെയ്യുന്നത് അല്ലെ. സോ 1 സെക്കൻഡിൽ എത്ര മീറ്റർ ആണ് ട്രാവൽ ചെയ്യുക? അതാണ് നോക്കാനുള്ളത്. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ 1080 മീറ്റർ ഡിവൈഡഡ് ബൈ 600 സെക്കൻഡ് ദാറ്റ് ഈസ് 1080 ഡിവൈഡഡ് ബൈ 600 ഈക്വൽ ടു 1.8. സോ 1 സെക്കൻഡിൽ 1.8 മീറ്റർ ആണ് ഈ പേഴ്സൺ ട്രാവൽ ചെയ്യുന്നത്. എപ്പോ? ഓഫീസിൽ നിന്നും തിരിച്ച് ഹോമിലേക്ക് പോകുമ്പോൾ. ഓക്കെ, സോ 1.8 മീറ്റർ പെർ സെക്കൻഡ് ദാറ്റ് ഈസ് 1 സെക്കൻഡിൽ 1.8 മീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. ദെൻ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 480 മീറ്റർ ആണ്. സോ 1 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാണാം? 480 മീറ്റർ ഡിവൈഡഡ് ബൈ 600 സെക്കൻഡ് ദാറ്റ് ഈസ് 480 ഡിവൈഡഡ് ബൈ 600 ഈക്വൽ ടു 0.8 മീറ്റർ പെർ സെക്കൻഡ് ദാറ്റ് ഈസ് നേരത്തെ അതേ സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടിയത് അല്ലെ. സോ ഇതിൽ നിന്നും എങ്ങനെ സ്പീഡ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? സോ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ സ്പീഡും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ വെലോസിറ്റിയുമാണ്. ഓക്കെ, സോ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ദാറ്റ് വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, യൂണിറ്റ് ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, സോ ഇക്വേഷൻ ഫോർ സ്പീഡ് ഈസ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. So here the unit of distance is meter and the unit of time is second. So the unit of speed is meter per second that is meter divided by second. So നമ്മൾ meter per second എന്നാണ് സ്പീഡിന്റെ യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ദെൻ ഇക്വേഷൻ ഫോർ വെലോസിറ്റി. എന്താണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ദെൻ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും?
വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് അല്ലെ, ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ യൂണിറ്റ് ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി ഈസ് സെയിം അല്ലെ. സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ഓക്കെ, സോ ദർ ആർ സം ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി ഇഫ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇസ് ദ വെലോസിറ്റി ആൻഡ് സ്പീഡ് ഈക്വൽ വൈൽ ട്രാവലിംഗ് ഫ്രം ഹോം ടു ഓഫീസ്? ദാറ്റ് ഈസ് ഹോമിൽ നിന്നും ഓഫീസിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ പേഴ്സന്റെ വെലോസിറ്റിയും സ്പീഡും ഈക്വൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് നോക്കാം, ആ ടേബിളിലേക്ക് നോക്കാം. So on reaching the office, the speed is 1.5 meter per second, but the displacement is 0.8 meter per second. Alright, so not equal. Third question, in which unit is speed expressed? What about velocity? That is, സ്പീഡ് ഏത് യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വെലോസിറ്റി ഏത് യൂണിറ്റിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. സോ ദ യൂണിറ്റ് ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി ഈസ് ഈക്വൽ, ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. വെലോസിറ്റിയുടെയും സ്പീഡിന്റെയും യൂണിറ്റ് എന്താണ്? സെയിം ആണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹിസ് വെലോസിറ്റി ആസ് ഹി റീച്ചസ് ഹോം? ഈ പേഴ്സന്റെ ഹോമിൽ തിരിച്ചെത്തുമ്പോൾ എത്രയാണ് ഇദ്ദേഹത്തിന്റെ വെലോസിറ്റി എന്നാണ് ചോദിക്കുന്നത്. സോ വെലോസിറ്റി എത്രയാണ്? 0.8 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ പേഴ്സൺ ട്രാവൽഡ്? ഈ പേഴ്സൺ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണെന്ന് ചോദിക്കുന്നത്. സോ ഈ പേഴ്സണ് രണ്ട് സ്പീഡാണുള്ളത്. ഓൺ റീച്ചിങ് ദ ഓഫീസ്, ഓഫീസിലേക്ക് പോകുമ്പോൾ 1.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ്. ദെൻ തിരിച്ചു പോരുമ്പോഴോ ഓൺ റീച്ചിങ് ബാക്ക് ഹോം 1.8 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ പേഴ്സന്റെ സ്പീഡ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വാട്ട് ഡു യു തിങ്ക് സ്പീഡ് ഈസ്? ദാറ്റ് ഈസ് വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. എന്തുകൊണ്ടാ? ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഡിസ്പ്ലേസ്മെന്റിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. സോ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. സോ വെലോസിറ്റി എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് വെക്ടർ ആണോ സ്കേലാർ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് അല്ലെ. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സോ സ്പീഡും എന്തായിരിക്കും? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. സോ സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, so there is a question. Observe the depiction of the path taken by an object as it moves from A to C through B. Calculate the speed and velocity of the object and find out the situation in which the magnitude of speed and velocity become equal and write it down. So here ഒരു ഒബ്ജക്റ്റിന്റെ പാത്താണ് തന്നിട്ടുള്ളത്. A to C through B. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലൂടെ സിയിലേക്ക് എത്തുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പാത്ത് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഇതിൽ നിന്നും ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ. സോ ഇതാണ് നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ. അതായത് ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ടോട്ടൽ ഡിസ്റ്റൻസ് അറിയണം, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് അറിയണം. സോ ഇവിടെ ഡിസ്റ്റൻസും ടൈമും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് ഏതാണ് ഡിസ്റ്റൻസ് ഏതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ അറിയാം. സോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ടോട്ടൽ ടൈം നോക്കി എന്ത് ചെയ്യണം? സ്പീഡും വെലോസിറ്റി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് യുവർ അസൈൻമെന്റ്. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഫൈൻഡ് ഔട്ട് ദ situation in which the magnitude of speed and velocity become equal and write it down. അതായത് സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ എപ്പോഴെല്ലാം ആയിരിക്കും? ദാറ്റ് ഈസ് വെലോസിറ്റിയുടെയും സ്പീഡിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുന്ന സിറ്റുവേഷൻസ് എപ്പോഴായിരിക്കും? അതായത് അത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നിന്നും കണ്ടുപിടിക്കാനുള്ളതല്ല. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ
ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ നിങ്ങൾ കണ്ടെത്തിയിരുന്നു ഒരു ക്വസ്റ്റ്യനിലൂടെ അല്ലെ, ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടെത്തിയിരുന്നു. അതുപോലെ വെലോസിറ്റിയും സ്പീഡും എപ്പോഴാണ് ഈക്വൽ ആയിട്ട് വരിക, അതായത് വെലോസിറ്റിയുടെയും സ്പീഡിന്റെയും മാഗ്നിറ്റ്യൂഡ് വാല്യൂസ് എപ്പോഴാണ് ഈക്വൽ ആയിട്ട് വരിക. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡും വെലോസിറ്റിയും മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ എ ടു സി ആണ്, സോ ബിയിലൂടെയാണ് പോയിട്ടുള്ളത്. സോ ആദ്യം ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഡിസ്പ്ലേസ്മെന്റിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒക്കെ ഫിഗറിലുണ്ട്. സോ ദിസ് ഈസ് യുവർ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വി ക്യാൻ എൻ്റർ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, ഡിഫറൻസസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഓക്കെ, ഇറ്റ്സ് എ സിമ്പിൾ ടോപ്പിക്. ഓക്കെ, വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ, സോ സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. This is the first difference. Second one, the equation of speed is distance by time, but the equation of velocity is displacement by time. Third difference, speed can has only positive values. സ്പീഡിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരൂ, പക്ഷേ വെലോസിറ്റിക്ക് പോസിറ്റീവ് വാല്യൂസ് വരാം, നെഗറ്റീവ് വാല്യൂസ് വരാം, അതുപോലെ തന്നെ സീറോ വാല്യൂയും വരാം. ബിക്കോസ് velocity is a vector quantity, it has both magnitude and direction. So velocityക്ക് നെഗറ്റീവ് വാല്യൂസും വരാം. ഓക്കെ, വെലോസിറ്റി സീറോ ആവാം, അതുപോലെ തന്നെ നെഗറ്റീവും ആവാം. ഓക്കെ, എന്നാൽ സ്പീഡ് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളെല്ലാവരും വെഹിക്കിൾസിന്റെ സ്പീഡോമീറ്റർ ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ വെഹിക്കിൾസിനും എന്തുണ്ടായിരിക്കും, സ്പീഡോമീറ്റർ ഉണ്ടായിരിക്കും മുന്നില് അല്ലെ. സോ അവിടെ കിലോമീറ്റർ പെർ ഹവർ എന്നും എഴുതിയിട്ടുണ്ടാവും അതിന്റെ യൂണിറ്റ്. ഓക്കെ, സോ 0, 20, 40, 60, 80, 100, 120 എന്നൊക്കെ കണ്ടിട്ടില്ലേ? സോ അതിൽ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടോ? ഇല്ല. 0 to 120 അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. എന്നാൽ വെലോസിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂസും ആവാം, നെഗറ്റീവ് വാല്യൂസ് ആവാം, സീറോയും ആവാം. എന്താ കാരണം? ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവാം, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, ഏതും ആവാം. എന്നാൽ ഡിസ്റ്റൻസ് എപ്പോഴും എന്തേ ആയിരിക്കുള്ളൂ? പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ആയിരിക്കുള്ളൂ. സോ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയാൽ സ്പീഡും എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ മാത്രമായിരിക്കും. ഓക്കെ, സോ വി ക്യാൻ എൻ്റർ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. ഓക്കെ, the distances traveled by a car during different time intervals are given below. അതായത് ഒരു കാറ് ഡിഫറെന്റ് ടൈം ഇന്റർവെൽസിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ദർ ഈസ് എ ബി സി ഡി ഇ എഫ് അല്ലെ. സോ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് എ ആണ്, ദാറ്റ് ഈസ് 0 സെക്കൻഡ് 0 മീറ്റർ, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഇവിടുന്ന് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. സോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ബി എന്ന പോയിന്റിലേക്ക് എത്തുന്നു ഫസ്റ്റ്. സോ 2 സെക്കൻഡ് കൊണ്ടാണ് ബി എന്ന പോയിന്റിൽ എത്തിയത്. സോ 20 മീറ്റർ ട്രാവൽ ചെയ്തു. എയിൽ നിന്നും സിയിലേക്ക് എത്താൻ 4 സെക്കൻഡ് ടൈം എടുത്തു, 40 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ ഡിയിലേക്ക് എത്തുമ്പോൾ 60 മീറ്റർ ആയി, 6 സെക്കൻഡ് ആയി. ദെൻ ഇയിലെത്തുമ്പോൾ 80 മീറ്റർ 8 സെക്കൻഡ്. ദെൻ എഫിലെത്തുമ്പോൾ 100 മീറ്റർ 10 സെക്കൻഡ് ടൈം എടുത്തു അല്ലെ. സോ ഇവിടെ ടൈം നമ്മൾ നോക്കുമ്പോൾ 0 സെക്കൻഡ് 2 സെക്കൻഡ് 4 സെക്കൻഡ് 6 സെക്കൻഡ് 8 സെക്കൻഡ് 10 സെക്കൻഡ് അല്ലെ. അതായത് 2 സെക്കൻഡ് ഇൻക്രീസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് നോക്കൂ, 0 to 20 മീറ്റർ 40 മീറ്റർ 60 മീറ്റർ 80 മീറ്റർ 100 മീറ്റർ, ദാറ്റ് ഈസ് 20 മീറ്റർ ഇൻക്രീസ് ചെയ്തിട്ടാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഒരു യൂണിഫോം ആയിട്ടാണ് ഈ കാർ മൂവ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ട്രാവൽഡ്, ടൈം, സ്പീഡ്. സോ എ ടു ബി 20 മീറ്റർ ട്രാവൽ ചെയ്തു. സോ അതിനെടുത്ത ടൈം എന്ന് പറയുന്നത് എ ടു ബി എത്താൻ 2 സെക്കൻഡ് ആണ് ടൈം എടുത്തത്. സോ അവിടുത്തെ സ്പീഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ വി ഹാവ് ദ ഇക്വേഷൻ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം. സോ എ ടു ബി എത്താൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. സോ 20 ഡിവൈഡഡ് ബൈ the time is 2 seconds. So 20 divided by 2, that is
10 meter per second. So meter per second ആണ് സ്പീഡിന്റെ യൂണിറ്റ് നമുക്കറിയാം. So speed is 10 meter per second. Then B to C. B യിൽ നിന്നും C യിലേക്ക് എത്താൻ, A യിൽ നിന്നും C യിലേക്ക് എത്താൻ 4 സെക്കൻഡ്. സോ 40 മീറ്റർ ആണ്. ദെൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് B യിൽ നിന്നും C യിലേക്ക് എത്താനാണ്. സോ B യിൽ നിന്നും C യിലേക്ക് എത്താനുള്ള ടൈം എത്രയാണ്? 2 സെക്കൻഡ് ആണ്. ഇവിടെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് C ആണ്, ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് B ആണ് അല്ലെ. സോ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, ദാറ്റ് ഈസ് 4 സെക്കൻഡ് മൈനസ് 2 സെക്കൻഡ്, ദാറ്റ് ഈസ് 2 സെക്കൻഡ്. സോ B യിൽ നിന്നും C യിലേക്ക് എത്താൻ 2 സെക്കൻഡ് ടൈമേ ഉള്ളൂ. അതുപോലെ തന്നെ അവിടെ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഫൈനൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 40 മൈനസ് 20, ദാറ്റ് ഈസ് 20 മീറ്റർ. ഓക്കെ, സോ B യിൽ നിന്നും C യിലേക്ക് എത്ര മീറ്റർ ട്രാവൽ ചെയ്ത്? 20 മീറ്റർ. എത്ര ടൈം കൊണ്ട്? 2 സെക്കൻഡ് കൊണ്ട് അല്ലെ. A യിൽ നിന്നും C യിലേക്കാണ് 40 മീറ്റർ. സോ അതിനെടുത്ത ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ് ആണ്. B യിൽ നിന്നും C യിലേക്ക് എത്താൻ 2 സെക്കൻഡ് ടൈമേ എടുത്തിട്ടുള്ളൂ, 20 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. സോ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് C to D. C യിൽ നിന്നും D യിലേക്ക് എത്താൻ 20 മീറ്റർ 2 സെക്കൻഡ് അല്ലെ. 6 മൈനസ് 4, അതുപോലെ തന്നെ 60 മൈനസ് 40 അല്ലെ. സോ 20 മീറ്റർ 2 സെക്കൻഡ്. വെലോസിറ്റി സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ D to E. D യിൽ നിന്നും E യിലേക്ക് എത്താൻ 20 മീറ്റർ 2 സെക്കൻഡ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം 8 സെക്കൻഡ് മൈനസ് 6 സെക്കൻഡ് 2 സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ 80 മൈനസ് 60 20 ആണ് അല്ലെ. സോ 20 ഡിവൈഡഡ് ബൈ 2 10 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ E to F. 20 മീറ്റർ ആണ്, 2 സെക്കൻഡ് ആണ്, 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. സോ ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആണ് അല്ലെ. അതായത് യൂണിഫോം സ്പീഡിലാണ് ഈ ഒബ്ജക്റ്റ് അഥവാ ഈ കാറ് മൂവ് ചെയ്യുന്നത് അല്ലെ. അതായത് എപ്പോഴും ഒരേ സ്പീഡിലാണ് ഈ കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന്റെ മോഷൻ എന്ന് പറയുന്നത് യൂണിഫോം മോഷൻ ആണ്. സോ ഈ കാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് യൂണിഫോം സ്പീഡാണ്. ഓക്കെ, here the distance traveled by the car in equal intervals is same. So the car is in uniform motion. In such a situation we can say that the car has uniform speed. അല്ലെ, ഇവിടെ കാർ ഈക്വൽ ഇന്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത് അല്ലെ. അതായത് ഓരോ 2 സെക്കൻഡിലും 20 മീറ്റർ ആണ് കവർ ചെയ്യുന്നത് അല്ലെ. 0 to 2 സെക്കൻഡ് 20 മീറ്റർ, 2 സെക്കൻഡ് to 4 സെക്കൻഡ് 20 meter, then 4 to 6 20 meter, 6 to 8 20 meter, 8 to 10 20 meter അല്ലേ. So we can say that the car is in uniform motion. So we can say that the car is in uniform motion. In such a situation we can say that the car has uniform speed. So there is another question. The distance traveled by a car during different times intervals are given below. ഇതുപോലെ മറ്റൊരു കാർ ട്രാവൽ ചെയ്ത ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ A, B, C, D, E, F. ഓക്കെ, സോ A to B 2 സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ 2 സെക്കൻഡ് to 4 സെക്കൻഡ്, അതായത് അടുത്ത 2 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. ഓക്കെ, ദെൻ 4 to 6 26 മീറ്റർ. ദെൻ 6 to 8 സെക്കൻഡ് ആയപ്പോഴേക്കും 44 മീറ്റർ എത്തി. ദെൻ 10 സെക്കൻഡ് ആയപ്പോഴേക്കും 44ന്ന് 50 മീറ്റർ എത്തി അല്ലെ. സോ ഈ കാറിന്റെ പാത്ത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു യൂണിഫോം മോഷൻ അല്ല അല്ലെ. അതായത് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമില് ഈക്വൽ പാത്ത് അല്ല കവർ ചെയ്യുന്നത് അല്ലെ. അതായത് 0 to 2 സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ ആണ്. ദെൻ അടുത്ത 2 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്തത് 15 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 5 to 20 എത്താൻ 50 മീറ്റർ വേണം അല്ലെ. പക്ഷെ അവിടെ എടുത്ത ടൈം എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ദാറ്റ് ഈസ് ഇവിടുത്തെ സ്പീഡ് കൂടി. ദെൻ അടുത്ത 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്ററിൽ നിന്നും 26 മീറ്ററിലേക്കാണ് എത്തിയത്. ദാറ്റ് ഈസ് ഇവിടെ 6 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുള്ളൂ 2 സെക്കൻഡ് കൊണ്ട്. ഇവിടെ 2 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ ട്രാവൽ ചെയ്തു. ഇവിടെ 2 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ദെൻ അടുത്ത 2 സെക്കൻഡ് കൊണ്ട് 26ൽ നിന്നും 44 മീറ്ററിലേക്ക് എത്തി. സോ വീണ്ടും സ്പീഡ് കൂടി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഒരു നോൺ യൂണിഫോം മോഷൻ ആണ് ഉള്ളത്. സോ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് A to B 5 മീറ്റർ, ടൈം 2 സെക്കൻഡ്. ദെൻ സ്പീഡ്
5/2, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം, ദാറ്റ് ഈസ് 2.5 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ബി ടു സി എത്രയാണ്? 20 മൈനസ് 5 അല്ലെ, ദാറ്റ് ഈസ് 15 മീറ്റർ. അതായത് ബിയിൽ നിന്നും സിയിലേക്ക് എത്താൻ 50 മീറ്റർ മതി, കാരണം ഇവിടെ 5 മീറ്റർ ആണ്, ഫൈനൽ പോർഷൻ 20 മീറ്റർ ആണ്. സോ 20 മൈനസ് 5. സോ ഇതാണ് എന്ത് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 15 മീറ്റർ. ടൈം 2 സെക്കൻഡ് അല്ലെ, 2 to 4 ദാറ്റ് ഈസ് 2 സെക്കൻഡ് ആണ്. സോ 15/2 7.5 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ സി ടു ഡി എത്രയാണ്? 6 മീറ്റർ അല്ലെ, 20യിൽ നിന്നും 26ലേക്ക് എത്താൻ 6 മീറ്റർ ആണ്. ദെൻ ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് തന്നെ. സോ ഇവിടെ ടൈം ഈക്വൽ ആണ് അല്ലെ, ഈക്വൽ ടൈം ഇന്റർവെൽ ആണ് എപ്പോഴും. സോ 2 സെക്കൻഡ് ആണ്. സോ 6/2 3 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ, ദാറ്റ് ഈസ് സ്പീഡ് കുറഞ്ഞു. ദെൻ ഡി ടു ഇ എത്രയാണ്? ഡി ടു ഇ 26ൽ നിന്നും 44ലേക്ക് എത്താൻ 80 മീറ്റർ ട്രാവൽ ചെയ്യണം 2 സെക്കൻഡ് കൊണ്ട്. സോ സ്പീഡ് വീണ്ടും കൂടി, ദാറ്റ് ഈസ് 18/2 ഈക്വൽ ടു 9 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഇ ടു എഫ്, ഇയിൽ നിന്ന് എഫിലേക്ക് ഫൈനൽ പൊസിഷനിലേക്ക് എത്താൻ 44 മീറ്ററിൽ നിന്ന് 50 മീറ്ററിലേക്ക് എത്താൻ 6 മീറ്റർ ട്രാവൽ ചെയ്യണം വിത്തിൻ 2 സെക്കൻഡ്. 2 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ 6/2 3 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇവിടെ സ്പീഡ് എന്താണ്? ഈക്വൽ അല്ല. അതായത് ഇവിടെ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമില് അൺഈക്വൽ പാത്ത് ലെങ്ത് ആണ് കവർ ചെയ്യുന്നത് അല്ലെ. അതായത് ആദ്യത്തെ 2 സെക്കൻഡിൽ 5 മീറ്റർ, ദെൻ അടുത്ത 2 സെക്കൻഡിൽ 15 മീറ്റർ, ദെൻ അടുത്ത 2 സെക്കൻഡിൽ 6 മീറ്റർ, ദെൻ അടുത്ത 2 സെക്കൻഡിൽ 18 മീറ്റർ, ദെൻ ലാസ്റ്റ് 2 സെക്കൻഡ്സിൽ 6 മീറ്റർ. സോ ഇവിടെ ഈക്വൽ ടൈം ഇന്റർവെൽ ആണ് അല്ലെ. എപ്പോഴും 2 സെക്കൻഡ് ആണ് ടൈം ഇന്റർവെല്, പക്ഷെ കവർ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് അഥവാ പാത്ത് ലെങ്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അൺഈക്വൽ ആണ്. സോ ഇറ്റ്സ് എ നോൺ യൂണിഫോം മോഷൻ. സോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? നോൺ യൂണിഫോം ആണ്. അതായത് ഇടയ്ക്ക് സ്പീഡ് കൂടുന്നു, ദെൻ കുറയുന്നു, വീണ്ടും കൂടുന്നു, വീണ്ടും കുറയുന്നു അല്ലെ. സ്പീഡ് കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ദ സ്പീഡ് ഈസ് നോൺ യൂണിഫോം. ഓക്കെ. So here the distance traveled by the car in equal intervals of time is different. So the motion and speed of the car is non-uniform. അതായത് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമില് അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് അല്ല കവർ ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ഇഫ് എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, ദ ബോഡി സെഡ് ടു ഹാവ് യൂണിഫോം സ്പീഡ് അല്ലെ. നമ്മൾ നേരത്തെ കണ്ട എന്താണ്? ഒരു യൂണിഫോം സ്പീഡിന് എക്സാമ്പിൾ ആണ് അല്ലെ. അതായത് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ യൂണിഫോം സ്പീഡ്. ഓക്കെ. ദെൻ ഇഫ് ഇറ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം, ദ ബോഡി ഈസ് ഏബിൾ ടു ഹാവ് നോൺ യൂണിഫോം സ്പീഡ്. അതായത് ആ ബോഡി നോൺ യൂണിഫോം സ്പീഡിലായിരിക്കും. എപ്പോൾ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നതെങ്കിൽ. നോക്കൂ, ഇവിടെ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. സോ ഇവിടെ ഈ കാറിന് ഓരോ ടൈമിലും ഓരോ സ്പീഡാണ് ഉള്ളത്. ഓക്കെ. സോ ഈ കാറിന്റെ ആവറേജ് സ്പീഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ നമുക്ക് എങ്ങനെയാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഓക്കെ. സോ ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. ഓക്കെ. അതായത് ഒബ്ജക്റ്റ് അഥവാ ആ ബോഡി കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനെടുത്ത ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ആ ടോട്ടൽ ഡിസ്റ്റൻസിനെ ആ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. ഓക്കെ. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ ഫ്രം എ ടു എഫ്. ഓക്കെ. സോ എ ടു എഫ് വരെയുള്ള ഈ ഒബ്ജക്റ്റിന്റെ ഈ കാറിന്റെ ആവറേജ് സ്പീഡ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഫ്രം എ ടു എഫ്. എ ടു എഫ് വരെ ഈ കാർ ട്രാവൽ ചെയ്യുന്നത് എത്ര മീറ്റർ ആണ്? 50 മീറ്റർ ആണ്. ദെൻ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ട്രാവലിംഗ് ദിസ് ഡിസ്റ്റൻസ്. ഈ 50 മീറ്റർ ട്രാവൽ ചെയ്യാൻ ഈ കാർ എടുത്ത ടൈം എത്രയാണ്? 10 സെക്കൻഡ്. സോ 10 സെക്കൻഡ്. സോ ആവറേജ് സ്പീഡ് ഈക്വൽ ടു 50 meter divided by 10 second അല്ലെ. ടോട്ടൽ ഡിസ്റ്റൻസ് divided by ടോട്ടൽ ടൈം, that is 5 meter per second. So the average speed of the car is 5 meter per second. ഓക്കെ. സോ ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിന്റെ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ.
So our next topic is uniform velocity and non-uniform velocity. So this topic will take on the next class. So today we are wind upping our class. സോ എല്ലാവരും അസൈൻമെന്റ് വർക്ക് മറക്കാതെ അയച്ചു തരണം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡും വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്പീഡ് കിട്ടും. ദെൻ ഡിസ്പ്ലേസ്മെന്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വെലോസിറ്റിയും കിട്ടും. സോ എല്ലാവരും എഴുതി പെട്ടെന്ന് അയച്ചു തരണം. അതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന നോട്ട്സ് എല്ലാവരും എഴുതിയെടുക്കണം. ഓക്കെ, സോ സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.